RSSനെ ചൊല്ലി കൂട്ടയടി. കേരളത്തിൽ RSSനെ ചൊല്ലി BJP, CPM, UDF നേതാക്കൾ തമ്മിൽ വലിയ വാക്പോര് നടക്കുകയാണ്. എന്താണ് ഇതിന് അടിസ്ഥാനമെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം RSS സർസംഘചാലക് മോഹൻ ഭാഗവത് RSSന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തു. കേരള VC, അതായത് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നമ്മേൽ, MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള പ്രൊഫസർ മാവൂത്ത്, മലയാളം സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ CR പ്രസാദ്, ഈ 3 പേരാണ് ഈ മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ ക്ഷണിതാക്കളായി എത്തിയത്. ഇതിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ 3 വൈസ് ചാൻസലർമാരും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ ഈ നിലപാട് തള്ളിക്കൊണ്ട് BJP രംഗത്ത് വന്നത് വലിയ തോതിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി. 2006 പറവൂരിൽ, അതായത് മുഖ്യമന്ത്രി VD സതീശന്റെ മണ്ഡലമായിട്ടുള്ള പരവൂരിൽ RSS സർസംഘചാലക് ഗുരുജി ഗോൾവാക്കറുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അന്ന് VD സതീശൻ പങ്കെടുത്തു. ആ പങ്കെടുത്തതിൻ്റെ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ എന്നാണ് BJP നേതാവായിട്ടുള്ള K സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത്. മാത്രമല്ല, വലിയ തോതിൽ BJP അണികൾ വലിയ തോതിൽ ഈ ഒരു ഫോട്ടോ കുത്തിപ്പൊക്കുകയും ചെയ്തു. ഒപ്പം BJPയോട് മത്സരിച്ചുകൊണ്ട് തന്നെ CPM സൈബർ വിങ്ങും സജീവമായി. മുഖ്യമന്ത്രി ഇവിടെ നിലവിളക്ക് കൊളുത്തുന്ന ആ ഫോട്ടോ പല രീതിയിൽ CPM സൈബർ വിങ് പ്രചരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തെ CPM അണികളും BJP അണികളും ഈ ഫോട്ടോയുടെയും ഈ ചടങ്ങിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വലിയ തോതിൽ പ്രതിരോധത്തിൽ നിർത്താൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി UDF നേതാക്കളും LDF നേതാക്കളും BJP നേതാക്കളും തമ്മിൽ വലിയ വാക്പോര് നടക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ UDF മാത്രമല്ല, അല്ലെങ്കിൽ VD സതീശൻ മാത്രമല്ല ഈ RSS പരിപാടിയിൽ പങ്കെടുത്തത്, മറിച്ച് 2025 അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ 4 VCമാർ ഈ പറയുന്ന മോഹൻ ഭാഗവത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അത് BJPക്കാരും ഉന്നയിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരും ഉന്നയിക്കുന്നുണ്ട്. 2025 ജൂലൈ 4-ന് RSS അനുകൂല സംഘടനയായ ശിക്ഷ സംസ്കൃതി ഉത്ഥാൻ ന്യാസ് എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടന സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്ത ആ ജ്ഞാനസഭയിൽ അന്നത്തെ 4 VCമാർ പങ്കെടുത്തു എന്നാണ് LDFന് എതിരായി UDFും BJPയും ഉയർത്തുന്ന ആരോപണം. ഇതോടുകൂടി LDF പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കുത്തിപ്പൊക്കിക്കൊണ്ട് BJPയും അതേപോലെ തന്നെ UDFും LDFനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അന്നത്തെ ജ്ഞാനസഭയിൽ, അതായത് മോഹൻ ഭാഗവത് പങ്കെടുത്ത ആ ജ്ഞാനസഭയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമ്മേൽ, കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള P രവീന്ദ്രൻ, കണ്ണൂർ സർവകലാശാല VC KK സാജു, കുഫോസ് വൈസ് ചാൻസലറായിട്ടുള്ള ബിജുകുമാർ എന്നിവരാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് LDF സർക്കാരിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഇതിൽ ഈ ബിജുകുമാർ എന്ന് പറയുന്നത് CPM നോമിനിയാണ്. അദ്ദേഹം CPM സംഘടനാ അംഗമാണ്, CPM അനുകൂല അധ്യാപക സംഘടനയിലെ അംഗമാണ്. മാത്രമല്ല, അദ്ദേഹം CPM നോമിനിയായി VC ആയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഈ പറയുന്ന മോഹൻ ഭാഗവത് പങ്കെടുത്ത ജ്ഞാനസഭയിൽ 2025 ജൂലൈ 24-ന് പങ്കെടുത്തു എന്നുള്ള ഒരു പ്രതിരോധമാണ് ഇപ്പോൾ CPMനെതിരെ കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പോൾ MV ഗോവിന്ദൻ, അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. കാരണം VCമാർ ഇങ്ങനെ RSSന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം തള്ളിക്കളയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കാൻ വേണ്ടി, RSS വൽക്കരിക്കാൻ വേണ്ടി, ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ
ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കേണ്ട കാര്യമില്ല, അവരെല്ലാം ശക്തിയായിട്ട് ഇതിന് എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. VC-മാർ പങ്കെടുത്ത യോഗത്തെ എതിർത്തുകൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വന്നു. ഒരു കാരണവശാലും ഇത് കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇന്നലെ VD സതീശന്റെ FB പോസ്റ്റിന് പിന്നാലെ ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല VC-മാർ പങ്കെടുത്തത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നടപടികൾ RSS മേധാവി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കേരളത്തിലെ VC-മാർ പങ്കെടുത്തത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിലപാട്. RSSന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ, എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവരത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം പരിപാടികളിൽ VC-മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല. രമേശ് ചെന്നിത്തലയുടെ നിലപാട് കൊണ്ടും തീർന്നില്ല. ഇതാ വരുന്നു തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിട്ടുള്ള KM ഷാജി, മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള KM ഷാജി ആദ്യം പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കാം. അഭിപ്രായം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആരാ പറഞ്ഞത് തെറ്റല്ലെന്ന്? ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആശയ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോമൺ പോളിസി എന്ന് പറയുന്നത്. ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഈ മൈക്കുമായിട്ട് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നത് കാസർഗോഡുമായി ബന്ധപ്പെട്ട കാസർഗോഡിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മന്ത്രി എന്ന് നിൽക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു വെച്ചിട്ട് എല്ലാത്തിനെയും വിശദീകരിച്ച് ഞാൻ പറയട്ടെ. KM ഷാജി കൊണ്ടും ഈ വിവാദം അവസാനിച്ചില്ല. ഇതാ വരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ പ്രസ്താവന. റോജി M. ജോൺ പറയുന്നത് VC-മാർ പങ്കെടുത്ത ഈ ഒരു പരിപാടിയിൽ ഒരു കാരണവശാലും അത് UDF-ന്റെ അംഗീകൃത പരിപാടിയല്ല, അതിനെ ഒരു കാരണവശാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ന്യായീകരിക്കാനും കഴിയില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. പൊതുസമൂഹം വളരെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു സ്ഥാനമാണ് ഒരു സർവകലാശാല വൈസ് ചാൻസലറുടേത്. വൈസ് ചാൻസലർമാർ RSSൻ്റെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അത് പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ BJP നേതാവായിട്ടുള്ള V. മുരളീധരനാകട്ടെ അദ്ദേഹം പറയുന്നത് സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണയോടുകൂടി അവരുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ജോലിയാണ്, അവരുടെ ശിങ്കിടിയായിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് VD സതീശൻ പ്രതികരിക്കുന്നത് എന്നായിരുന്നു. അല്ല, നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അറിയാലോ, നിയമത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ഭീഷണിക്ക് എന്ത് അടിസ്ഥാനമുണ്ട് എന്ന്. ഇത് വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു വിലയുമില്ല എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് തിരിച്ചറിയുക. പക്ഷെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ആ കസേരയുടെ അന്തസ്സ് കളയുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാ മാപ്പ് പറയണമെന്നൊക്കെ ഒരു വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുന്നത്? നടപടിയെടുത്താൽ പോരെ? നിയമപരമായിട്ട് അവരെന്തെങ്കിലും ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. മാത്രമല്ല V. മുരളീധരൻ ഒരു കാര്യം കൂടി പറഞ്ഞു. RSS എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയല്ല. ആ സംഘടനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്താണ് മാനദണ്ഡം, അതിന്റെ മാനദണ്ഡം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് V. മുരളീധരൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആദ്യം പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണം. അദ്ദേഹത്തിന്റെ കാലത്ത് 4 VC-മാർ പങ്കെടുത്തു, ഇത്തവണ 3 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. അതിനെ മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി മാപ്പ് പറയുന്നെങ്കിൽ ആദ്യം പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനകത്ത് 4 പേര് പങ്കെടുത്തു, ഇപ്പോൾ 3 പേരെ പങ്കെടുത്തു. പക്ഷേ അത് ശരിയല്ല. ഒരു എന്താ പറയേണ്ടത്, ഇങ്ങനെ പരിപാടിയിൽ
ഒരു മതത്തിൻ്റെ മാത്രം പേര് പറഞ്ഞ് നടത്തുന്ന സമ്മേളനങ്ങളിൽ എല്ലാ വിഭാഗത്തിനും വിധാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലെ VC-മാർ പങ്കെടുക്കാൻ പാടില്ല. ഈ RSS പരിപാടിയെ ചൊല്ലി UDF-ഉം LDF-ഉം BJP-യും തമ്മിൽ വലിയ വാക്പോരാണ് നടക്കുന്നത്. ഇതെന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കി നിൽക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.